എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ഹൃദയപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഹൃദയപൂർവ്വം സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറുമായിട്ട്. കിട്ടൂല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ കിട്ടി. അതെ, ഇരട്ടി മധുരം കിട്ടിയ പോലെയാണ്. കാരണം ടീസർ മാത്രമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു സിനിമക്ക് ആ ടീസർ തന്നെ ധാരാളമായിരുന്നു. അതൊക്കെ പക്ഷെ ലാലേട്ടന്റെ ഒരു സിനിമ വന്നിട്ട് വരാൻ പോവാ റിലീസ്, എന്നിട്ട് ആ സിനിമേന്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ഓണത്തിന് പച്ചരി ഇന്നേണ്ടി വന്നേന്. സത്യം. എന്താണെങ്കിലും അതിനുള്ള നന്ദി ഞങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഓക്കെ, എന്തായാലും സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനാവുന്ന സിനിമയാണ്. ഈ ഓണം ആര് തൂക്കും എന്നുള്ളതാണ് ചോദ്യം. വലിയ ചോദ്യമാണല്ലോ. തൂക്കോ ഇല്ലോ എന്നല്ല, ഈ ഓണം ആരുടെ കയ്യിൽ നമുക്ക് ഇങ്ങനെ ഭദ്രമായിട്ട് കൊണ്ടേ കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കേണ്ടത്. കാരണം കണ്ടമാനം സിനിമ വരുന്നുണ്ട്. അതെ, 4 സിനിമകളാണ് പ്രധാനമായിട്ടും മലയാളത്തിൽ നിന്ന് വരുന്നത്. ഒന്ന് ഹൃദയപൂർവ്വം, പിന്നെ കൂടെ ലോക, അത് കൂട്ടത്തോടെയാണ് വരുന്നത്. അതായത് ലാലേട്ടനെ എതിർക്കാൻ ഒരു കൂട്ടം ആൾക്കാരാണ് വരുന്നത്. അത് ഏത് ജനറേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാ ജനറേഷനും ഉണ്ടാവാം, പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഒറ്റ തീപ്പൊരി മതി, ചെറുതായിട്ട് ഒന്ന് പാളിയാ മതി, കുറച്ചൊന്ന് ആ വഴിയെ ഒരു ചെറിയ പാളല് അങ്ങ് ചെറുതായിട്ടൊന്ന് ഒന്ന് പാറ്റിച്ചാൽ മതി. അതാണ്. പിന്നെ ഒരു ആളിക്കത്തല് കാണാം. അതെ, കണ്ട് നമ്മളൊന്ന് ഒരു 2 മാസമായിട്ടുള്ളൂ, ഇപ്പോഴാണ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയത് ഈ ഒരു ആളിക്കത്തല് കണ്ടിട്ട്. അതെ, ചരിത്രം എടുത്താൽ മതി, ഇഷ്ടം പോലെ എണ്ണം പറഞ്ഞ കണക്കിലുണ്ട്. ചരിത്രം നോക്കിയാൽ ഒരു രക്ഷ ഉണ്ടല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞ ഈ അടുത്ത് അതെ അധികം താള് മറിക്കണം. അതെ, ഇപ്പൊ തന്നെ ഒരു 2 താള് മറിച്ചാലുണ്ട് ഇപ്പത്തെ സൈഡില് ഒരു ചരിത്രം. അതെ, അപ്പം അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഷോ കഴിഞ്ഞ് FDFS കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു സാധനം അടിച്ചാണ്ടല്ലോ, അതൊരു കൊടുങ്കാറ്റായിരിക്കും. നോക്കിയാൽ മതി. ഒരു ഹെവി പോസിറ്റീവിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ആവറേജ് എന്ന് വന്നാൽ മതി. അത് വേറൊരു സത്യം. ഈ ഫുൾ പോസിറ്റീവിന് വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിന്റെ ഒരു അങ്ങേറെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ജോണറും. ഇപ്പോൾ തുടരും പക്ക ഒരു കുടുംബചിത്രം തന്നെയായിരുന്നു, പക്ഷെ അതിൽ ഒരു ത്രില്ലർ എലമെൻസ് ഒക്കെ കാര്യങ്ങൾ ഉള്ള ആക്ഷനൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. അങ്ങനെ അല്ലാതെ പക്കാ കുടുംബത്തിന് വേണ്ടിയിട്ടാകുമ്പോൾ കുടുംബം അങ്ങ് ഇറങ്ങിത്തിരിക്കും. പിന്നെ ഒരു സത്യനന്ദിക്കാട് മൂവിന്റെ നമുക്ക് അറിയാലോ, അതിനകത്ത് ഉണ്ടാവുന്ന അതിനകത്ത് എന്തൊക്കെ ചേരുവക അയാൾ ചേർക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ ചേരുവകകൾ എത്രമാത്രം പ്രേക്ഷകർക്ക് കണക്ട് ആവേണ്ടെന്ന് മാത്രം നോക്കിയാൽ. അതായത് ചേരുവകകൾ കറക്റ്റായിട്ട് വന്നാൽ, ശരിക്കും വന്നാൽ വർക്കായി. അതാണ്. ഓക്കെ, എന്തായാലും ട്രെയിലർ ഓക്കെ കാണാം. മിന്നിച്ചോട്ടെ അങ്ങോട്ട്. നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ പോലും അറിയാതെ വാതിൽപ്പഴിയിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റ് പോലെ നമ്മളെ വന്ന് തലോടുകയും, അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാറ്റാകും. അതിന്റെ അഗാധമായ ആർദ്ര തലങ്ങളിൽ നമ്മളൊന്ന് ആടുകയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോൾ ചതറി പതറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? അതെന്താവസ്ഥ? ആ അവസ്ഥയിലാണ് ഞാൻ. പറയൂ. ഇവരുടെ കോംബോ എത്രമാത്രം ഇഷ്ടാവുന്നുണ്ടോ നോക്കണം. വർക്കാൻ സാധ്യതയുണ്ട്. മാളവിക സംഗീതല്ലേ? ഏതാണ് പാട്ട്? കോപ്പറേറ്റ് അടിച്ച് കിട്ടിയിട്ടോളിയാ. അമ്മ ആ അങ്കിളിനാണ് കെട്ടിയിരുന്നെങ്കിലേ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു അച്ഛനെ കിട്ടിയെന്നു. അഭിനയിക്കുന്നുണ്ട്. മറ്റേ സംഭവമാണ്.
കഴിഞ്ഞില്ലായിരുന്നോ? ലാസ്റ്റ് ഈശ്വരാവളി ഉണ്ട്, ഈശ്വരാവളി ഉണ്ടായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് മിന്നിച്ചേക്കണേ എന്നുള്ളൊരു വിളിയാണോ? എന്താണെങ്കിലും രസമുണ്ട് കേട്ടോ. രസമുണ്ട്. അതിന് ആരാ പാട്ട് കൊണ്ടുപോയി ഇട്ട് കൊടുത്തൂലേ? അരി മേടിച്ച് തിന്നാൻ തുടക്കത്തില് തൊള്ളി വിട്ടപ്പോഴേ എനിക്ക് ഉറപ്പാ ഈ ഓണത്തിന് നീ വെറും ചോറ് തന്നെ തിന്നേണ്ടി വരും. വെറും ചോറല്ല, പച്ചരിച്ചോറ്. ആ എന്താണെങ്കിലും പാട്ട് എന്തായാലും കോപ്പിറൈറ്റ് അടിക്കും, അടിച്ച് കിട്ടും. ഓക്കെ, അതടിക്കട്ടെ. പിന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന വളരെ ബുദ്ധിമാനായ എഡിറ്റർ ആയതുകൊണ്ട് ഞാൻ ആ കോപ്പിറൈറ്റ് ഒക്കെ കളയുന്നു. അത് നമുക്ക് നോക്കാം, പറയാൻ പറ്റില്ല, ചിലപ്പോൾ കിട്ടി. ഓക്കെ, എന്തായാലും രസമുള്ളൊരു ട്രെയിലറാണ്. എനിക്ക് ഈ ആ ഫസ്റ്റ് ഷോട്ടില്ലേ ലാലേട്ടൻ ഇങ്ങനെ എന്തൊക്കെയോ വിജൃംഭിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഞെട്ടിച്ചില്ലേ നമ്മുടെ സംഗീത് പ്രതാപിനെ. ആ സമയത്ത് സംഗീത് പ്രതാപിൻ്റെ അഭിനയ രീതി ഉണ്ടോ, അത് ഇതിനു മുൻപ് പ്രേമലൂലും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അഭിനയിക്കുന്ന അതേ പരിപാടിയാണ്. ഒരു വായൊക്കെ പൊളിച്ച് സത്യം. പിന്നെന്താന്നറിയോ, ഭയങ്കര റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനത്തെ ഒരു സാധനം കേൾക്കുമ്പോൾ. ചില ആൾക്കാരുടെ എക്സ്പ്രഷൻ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, മനസ്സിലായോ? എല്ലാവരുടെയും അല്ല ഞാൻ പറഞ്ഞ, ചില ആൾക്കാരുടെ ആ എക്സ്പ്രഷൻ നന്നായിട്ട് അവിടെ വർക്കായിട്ടുണ്ട്. അതായത് അവിടെ ആളെ മുഖത്താണത് മൊത്തം വരുന്നത്, ആ പറഞ്ഞതിന് വരുന്നത് ആളുടെ ഭാഗത്തുനിന്നാണ്. ആ പറയുന്നതിനകത്ത് എന്താണോ കിട്ടേണ്ടത് അത് ഇവിടെ ഇപ്പുറത്ത് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ ഒരു കോംബോ അത് തുടരും സിനിമയില് ശരിക്കും വർക്കായിട്ടുണ്ട്. കുറച്ച് നേരം ഉള്ളെങ്കിലും വരുന്ന സമയത്ത് കുറച്ച് ടൈമേ ഉള്ളൂ, പക്ഷെ ഉള്ള ടൈമില് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് പിന്നെ എനിക്ക് മാളവികന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് എപ്പോഴും സംശയമുള്ള കാര്യമാണ്. അതായത് അതിന് റൊമാൻറ്റിക് ട്രാക്ക് ഇവർ തമ്മിലുണ്ടെങ്കിൽ പോലും ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സിനോപ്സിസൊക്കെ വന്നതിൽ അങ്ങനെ ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വർക്കാവുന്നത് എത്രമാത്രം ഓക്കെ ആക്കും എന്നുള്ളത് അതിനൊരു ടെൻഷൻ. ലാലേട്ടനെ പിന്നെ വിട്ടേക്ക്, അത് പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുക്കുന്ന അങ്ങനെ കിടക്കിയിട്ട് പോകുന്ന ആളാണ്. ബാക്കിയുള്ള ആൾക്കാരെ മാത്രം അതിനകത്ത് എടുത്ത് നോക്കിയത്. പിന്നെ സിദ്ദീഖ് ഉണ്ട്, ലാലു അലക്സ് ഉണ്ട്, സംഗീതമുണ്ട്. ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് നമുക്കറിയുന്നതാണ് ഇവരുടെയൊക്കെ കാര്യം. പിന്നെ ജനാർദ്ദൻ ഉണ്ട്. അതെ, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ സത്യനന്ദിക്കാട് ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട്, ഇവർക്ക് കൊടുക്കുന്ന കുറച്ച് സംഭവങ്ങൾ. ആ സാധനങ്ങളൊക്കെ അടിപൊളി ആയാൽ പിന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു സിനിമ ആണ്. ടീസറും ട്രെയിലറും ഫണ്ടിന് പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അതെ, പക്ഷെ എന്തൊക്കെയോ ചില ഒരു ടെൻഷനും കണ്ടില്ലേ ലാസ്റ്റ് ഹാർട്ട് ബീറ്റ് കണ്ടില്ലേ? അതേപോലെ അപ്പം ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം, എല്ലാ രീതിയിലുള്ള ഫീലും ഈ സിനിമ നമുക്ക് കിട്ടും. കോമഡിക്ക് കിട്ടും, സെന്റിമെന്റ്സ് ഉണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പം ആ ഒരു രീതി തന്നെയായിരിക്കും സിനിമ പറഞ്ഞു പോകാൻ പോണത്. കാത്തിരിക്കാം. അപ്പം 2 ദിവസം കൂടെ ഉള്ളൂ. ഞാനൊരു ഇവനാട്ടോ FDFs കാണുന്നത്, ഞാൻ കാണുന്ന ലോകയാണ്. നറുക്ക് കിട്ടിയില്ല, അത് കിട്ടൂല. നറുക്ക് വീണത് ഇപ്രാവശ്യം അവനാ. അത് കിട്ടൂല. കണ്ണപ്പ എനിക്കാ കിട്ടിയത്, പക്ഷെ ഞാൻ കൊടുത്തു, എടുത്തോന്ന് പറഞ്ഞിട്ട്. സാരല്ല, പോട്ടെ. എന്തായാലും